ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു MinuzWorld. ഇന്ന് ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, വീഡിയോ കാണാം. ഇതിനാദ്യം നമുക്ക് വേണ്ടത് കുറച്ച് സേമിയാണ് കേട്ടോ. അപ്പോൾ സേമിയ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നെയ്യ് കുറച്ച് യൂസ് ചെയ്താലും മതിയാവും. ഞാൻ കുറച്ചധികം ഇട്ടു എന്നുള്ളൂ. 1 ടീസ്പൂൺ ഇട്ടിട്ട് വറുത്തെടുത്താലും മതിയാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊന്ന് വെന്ത് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി വീണ്ടും 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തണുപ്പായ പാലാണ് കേട്ടോ. ഇനി അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് എസൻസ് ആണോ ഉള്ളത് അത് 2-3 ഡ്രോപ്പ് ഉറ്റിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്താഷ്യോ സിറപ്പാണ് ഉറ്റിച്ചിട്ടുള്ളത്. ഒരു കളറും ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉറ്റിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതിലേക്ക് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഒരു 1 സ്കൂപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലോണം ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പഴവും ആപ്പിളുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മാങ്ങയോ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ അതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഴവും ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിത് ജസ്റ്റ് കുറുകി വന്നതുകൊണ്ട് 1/2 കപ്പ് കൂടി പാൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ഫസ്റ്റ് മാത്രമാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതിയാവും. മധുരം കുറച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇത് സ്വീറ്റ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിൽക്ക് മെയ്ഡൊക്കെ ഇടുന്ന സമയത്താകുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ഫ്ലേവർ, ആ ഒരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നുണ്ടാവുക. ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മളുടെ കയ്യിൽ എത്ര ഐസ് ക്യൂബ്സ് ആണുള്ളത് അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോഴും അത്യാവശ്യം നല്ല ഒരു പ്ലേറ്റ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തണുപ്പാക്കിയിട്ട് തന്നെ കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. പാത്രം നിറഞ്ഞു കിട്ടോ, കാരണം 1 കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും ഐസ്ക്രീംസും എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴേ ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മളെ ഡെസേർട്ടൊക്കെ എടുക്കുന്ന പാത്രത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റമദാൻ ആയതുകൊണ്ട് എന്നും വെറൈറ്റി ആണല്ലോ, അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ബൗളിലേക്കും കൂടെ ആക്കുന്നുണ്ട്, കുട്ടികൾക്ക് കുടിക്കാൻ അതിലേവും നല്ലതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ സാധാരണ ജ്യൂസ് കുടിക്കുന്ന പോലെയല്ല കേട്ടോ, ഇത് സ്പൂൺ ഇട്ടിട്ട് വേണം കുടിക്കാൻ. നല്ലൊരു ഡ്രിങ്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു ചൂടുള്ള സമയത്ത് നമുക്കിങ്ങനെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് MinuzWorld. അസ്സലാമു അലൈക്കും.